അലനല്ലൂർ കാട്ടുകുളം പ്രദേശത്തെ ജനങ്ങൾ ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് പൊറുതിമുട്ടിയ സ്ഥിതിയിലാണ്. കിണറ്റിലെ വെള്ളം പോലും വിശ്വസിച്ച് കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. കൃഷികളും ഇവ നശിപ്പിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒച്ചുകളെ തുരത്തുവാനുള്ള ശാശ്വത പരിഹാരം തേടുകയാണ് കാട്ടുകുളം നിവാസികൾ. കാട്ടുകുളത്തെ കുളം സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിലെ വീടുകളിലും തൊടിയിലുമായാണ് വ്യാപകമായി ഒച്ചുകൾ ഉള്ളത്. പകൽ സമയത്ത് മാലിന്യങ്ങളിലും മറ്റും ഒളിക്കുന്ന ഇവ നേരം ഇരുട്ടുന്നതോടെയാണ് പുറത്തിറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാത്രി വീട്ടുമുറ്റങ്ങളും പരിസരത്തെ വഴികളും ഒച്ചുകളെ കൊണ്ട് നിറയും. പലപ്പോഴും വീടുകൾക്കുള്ളിലും ഇവയെ കാണുന്നതിനാൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും കഴിയുന്നത്. ഇതുകൂടാതെ വീട്ടുവളപ്പിലും മറ്റും കൃഷി ചെയ്യുന്ന പച്ചക്കറികളും ഇവ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ 2-3 വലകൾ ഉപയോഗിച്ച് മൂടിയിട്ടുണ്ടെങ്കിലും വലയ്ക്ക് മുകളിൽ കയറി വിസർജിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭയത്തിലാണെന്ന് പ്രദേശവാസിയായ റഫീഖ് അണിയൻപറമ്പൻ പറഞ്ഞു. കൃഷിയൊക്കെ നശിപ്പിക്കുക, പിന്നെ അതേപോലെ ചെടികൾ, പിന്നെ ഞങ്ങൾ കിണറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങുക. കിണറിൽ വെള്ളമാണ് ഇപ്പോൾ വലിയ പ്രശ്നം ഞങ്ങൾക്ക്. കാരണം പെട്ടെന്ന് അതിൻ്റെ എന്തെങ്കിലും വിഷമാകുമെന്നുള്ള പേടി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ രാത്രി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, പകൽ വലിയതായിട്ട് കാണുന്നില്ല. അതേപോലെ വേനൽക്കാലത്ത് ഇട്ടുള്ള കാണുന്നില്ല. വർഷം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഒക്കെ പുറത്തിറങ്ങണേ ഭയങ്കര പ്രശ്നത്തിലാണത്. ആരോഗ്യത്തിനൊന്നും പറഞ്ഞിട്ടില്ല. ആരോട് വന്നു പോയി എന്ന് പറഞ്ഞു. ഇവിടെ ഇല്ല, റോട്ടിൽ വന്നു പോയി എന്ന് പറഞ്ഞു. അവർ കണ്ടോന്ന് പറഞ്ഞില്ല, ഈ ഒച്ചകളെ കണ്ടോന്ന് അറിയില്ല. ഇവിടേക്ക് വന്നിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ഈ ഭാഗത്താണ് കാണുന്നത്. പിന്നെ അതുപോലെ കുളത്തിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ നീങ്ങി വരുന്നുണ്ട്, എല്ലായിടത്തും നീങ്ങി വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇത് പരക്കുകയാണിത്. പ്രശ്നം രൂക്ഷമായി തുടങ്ങിയിട്ട് 3 മാസത്തോളമായെങ്കിലും ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പരിഹാര നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവയെ തുരത്താനുള്ള മാർഗം തേടുകയാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുമെന്നും റഫീഖ് പറഞ്ഞു. നിലവിൽ ഞങ്ങൾ ഇത് ഉപ്പിടുകയാണ്. ഉപ്പിട്ടാൽ ചാവുന്നത്. ഉപ്പ് അതിൻ്റെ വയറ്റിൻ്റെ അവിടെ ഉപ്പിട്ടാൽ ചാവും. വേറെ മരുന്നൊന്നുമില്ല, ഉപ്പേ ഉള്ളതിന്. അത് നല്ല ഇടണം. ഇവിടെ ഇപ്പോൾ ഒരു ആഴ്ചക്ക് 1 കിലോ ഉപ്പ് വേണം. ഞങ്ങൾ ഉപ്പ് വാങ്ങി വെച്ചിരിക്കുക. അവിടെ ഉപ്പ് ഇങ്ങനെ ഇടുകയാണ്, അല്ലാതെ വേറെ മരുന്നൊന്നുമില്ല. രാത്രി ഒരു 7 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ കാണുള്ളൂ. പകൽ ഇപ്പോൾ കാണൂല. അല്ലേ, ഇപ്പോൾ പകൽ അവിടെ ഇല്ല. പിന്നെ എവിടെയെങ്കിലും ഈ മരത്തിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ രാത്രി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആകെ പുറത്തിറങ്ങും. അപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉപ്പിടലാണ്. ടോർച്ച് അടിച്ചെങ്ങാണ്ട് ഇങ്ങനെ ഉപ്പിടില്ല. വേറെ മരുന്നൊന്നും തന്നെ ഇല്ല. ആരും നമുക്ക് അറിയില്ല, അങ്ങനെ വല്ല മരുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ മരുന്ന് ഉപയോഗിക്കായിരുന്നു. നിലവിൽ വീട്ടിലും പരിസരത്തും ഉപ്പ് വിതറിയാണ് ഇവയെ അകറ്റുന്നത്. വേനൽക്കാലത്തും വെയിലുള്ള സമയങ്ങളിലും ഇവയെ കാണാറില്ല. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.